എൻ്റെ പേര് ശ്രുതി സാന്ദ്ര. ഞാൻ കൊല്ലം ജില്ലയിലെ പരവൂരാണ് താമസിക്കുന്നത്. ഞാൻ SNV-GHS പരവൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് സജിത് സാന്ദ്ര, അമ്മയുടെ പേര് സുമ, ചേച്ചിയുടെ പേര് സ്നേഹസാന്ദ്ര. ലോക്ക്ഡൗൺ ആയിരുന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ചെറുതായിട്ട് വിസിലടിക്കുമായിരുന്നു. പിന്നെ കരോക്കെയൊക്കെ ഇട്ട് പാടി നോക്കിയപ്പോൾ ശരിയായി. അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സംഘടനയിൽ ചേർന്നു, വേൾഡ് ഓഫ് വിസിലേഴ്സ്. ഇപ്പോൾ അതിൽ 2 മത്സരം കഴിഞ്ഞു. 2 എനിക്ക് ഫസ്റ്റ് ലഭിച്ചു. എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്. എനിക്ക് വളരെയധികം സന്തോഷം. ഇത് അകത്തോട്ടും പുറത്തോട്ടും വിസിലടിക്കുന്നുണ്ട്. ഒരേ ടോണിൽ ഇത് കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. ആദ്യം ഓട്ടിക്കുമായിരുന്നു, ഇപ്പൊ നല്ല സപ്പോർട്ടാണ്. പാമ്പ് വരും, പിന്നെ ചെവിയിൽ വന്നിരുന്ന് വിസിലടിക്കുമ്പോൾ ഓട്ടിച്ചിടും. സ്കൂളില് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ഇന്നലെ ഒരു ആദരം ഉണ്ടായിരുന്നു സ്കൂളിൽ. ടീച്ചേഴ്സും കൂട്ടുകാരും എല്ലാരും നല്ല സപ്പോർട്ട്. എൻ്റെ പേര് സജിത് സാന്ദ്ര എന്നാണ്. ഞാനും കലാരംഗത്ത് വർക്ക് ചെയ്യുന്നു. കീബോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സംഗീത സംവിധാനം അത്യാവശ്യം കുറച്ച് പാടും. പിന്നെ മോളുടെ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് ഈ വിസിലേഴ്സിൻ്റെ ഒരു മത്സരത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇളയരാജയുടെ സോങ്സിൽ ഇളയരാജയുടെ മാത്രം പാട്ടുകൾ വെച്ചുള്ള മത്സരം ഉണ്ടായിരുന്നു. അന്ന് മോൾക്ക് തന്നെ പ്രൈസ് കിട്ടിയത്. ഇത്തവണയും ലഭിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ മെമ്പറാണ്. അപ്പോൾ അവർ ആ സംഘടന തന്നെയാണ് ഈ മത്സരം നടത്തിയത്. അപ്പം അവർ പ്രമുഖ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ അതിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിസിൽ കുറച്ച് കൂടുതൽ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാവുന്നത് തന്നെ. മുമ്പ് മോളുടെ ഈ വിസിൽ തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ വിസിലടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെന്ന് വരെ പറയാം. കാരണം ആ വിസില് മുമ്പ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കരുതുന്ന ഒരു കാര്യം, ഒരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാകുന്നത്. മോള് കുറച്ചുകൂടെ അത് ഡെവലപ്പ് ചെയ്ത് ശ്രുതിയും താളത്തിലും ഒക്കെ പാടാനും അതുപോലെ തന്നെ കരോക്കെയൊക്കെ ഒത്ത് പാടാനൊക്കെ തുടർന്നപ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവുകയും തിരിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ശരിക്കും ഇപ്പോൾ കോമ്പറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ ഇതിനേക്കാൾ മുതിർന്ന ആൾക്കാരുടെ മത്സരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചെറിയ പ്രായത്തിൽ അത് വിൻ ചെയ്യുന്നത് വളരെയധികം സന്തോഷവും അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പോകുന്ന സംഘടനയുടെ, അതായത് വേൾഡ് ഓഫ് വിസിലേഴ്സ്, അതിലെ എല്ലാ ഭാരവാഹികളും വളരെയധികം പ്രോത്സാഹനം നമുക്ക് തരുന്നു. എൻ്റെ പ്രസിഡന്റ് ജ്യോതി ചേച്ചി ആയാലും, സെക്രട്ടറി പിന്നെ ബിജോയ് മാസ്റ്റർ ആയാലും, രക്ഷാധികാരി പ്രസാദ് സാറായാലും ഒക്കെ വളരെയധികം പ്രോത്സാഹനം തരുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ആ ഒരു സംഘടനയിൽ ചേർന്ന് ഞങ്ങൾ ഒരാളെ റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി. അതിനകത്ത് ചേർന്നപ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല ഇത് ഇത്രയും ആൾക്കാരുള്ളൊരു സംഘടന ആയിരിക്കും എന്നുള്ളത്. ആദ്യമൊക്കെ വിചാരിച്ചത് ഞങ്ങൾ മാത്രമേ കാണൂ, കുറച്ച് ആൾക്കാരെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പിന്നീടാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതിൻ്റെ വിപുലമായിട്ട് അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെയധികം ടാലൻ്റായിട്ടുള്ള ആൾക്കാരും നന്നായിട്ട് ഇത് വിസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്.